ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനോട് പറയാണ്, മാഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതെന്താ അമ്മ അങ്ങനെ പറയാണ്? അല്ലടാ മാഷ്, നീ ഇവിടെ ഇറക്കി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു കാര്യം മാഷ് ചെയ്തു, നിൻ്റെ മക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ കഥ തുടരുകയാണ് കേട്ടോ. അതായത് ലംബോദരൻ്റെ ദികെ ഒറ്റയ്ക്കുള്ള സമയത്ത് മാഷും ചീരവും മഞ്ചാടിയും കൂടി വരുന്നു. പിന്നീട് അവരെ സൽക്കരിക്കുന്നു, അകത്തോട്ട് കയറിയെന്ന് പറയുന്നു. പിന്നീട് കുഞ്ഞുങ്ങളെ കാണുന്നു, കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയെ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സീനുകളാണ് കേട്ടോ. ആ സമയം ലതിക പറയണേ, ഞാൻ എന്തായാലും ഇവർക്കുള്ള ചായ ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം മാഷും മക്കളും കൂടി തന്നെ കുഞ്ഞിനെ കളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്, ചീരവും കൂടിയിട്ട്. അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ആ ഒരു പേടിയിലാണ് ലതിക പറയണേ, ഇതേ ഏട്ടാ അവരിങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പോൾ മക്കളെ കൊണ്ടുപോകാനാവോ? അങ്ങനെയൊന്നും ആവില്ലടി, ഒരു പക്ഷേ അവരിനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്ന് കരുതിയിട്ടായിരിക്കും. വിനയം വരുന്നത് കൊണ്ട് തന്നെ ഇനി മക്കളെ കാണാൻ അവർക്ക് പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓട്ടോ വിളിച്ച് പറഞ്ഞാൽ ഏട്ടൻ തന്നെ അവിടെ കൊണ്ടാക്കി കൊടുക്കില്ലേ? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചീരുവാണല്ലോ എന്നോട് പറയാറുള്ളത് ഫോൺ വിളിച്ചിട്ട്. അപ്പോൾ മാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനോ അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യമായിരിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇനി വേണ്ടാത്ത കണക്ക് കൂട്ടേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചായയുമായി മേശപ്പുറത്ത് വരുമ്പോൾ അവിടെ മാഷിരിക്കുന്നു. മാഷാണെങ്കിലോ ലംബോദരനോട് പറയണേ, ലംബോദര ഞങ്ങളിവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറയാം. അത് കേൾക്കുന്ന ലംബോദരൻ്റെയും ലതികയുടെയും നെഞ്ച് പടപടാ ഇടിക്കുന്നു. അപ്പോഴും തന്നെ ലംബോദരൻ ഇരിക്ക്, കാര്യങ്ങൾ പറയാം, ചിരുവും കൂടി വന്നോട്ടെ. അങ്ങനെ ചിരു എത്തുന്നു കേട്ടോ. മോളെ ഇവിടോട്ട് ഇരുന്നേ എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം മാഷ് പറയട്ടെ, ഇനി എന്തായാലും ഞങ്ങൾ വന്നതിൻ്റെ കാര്യം എന്തെന്ന് പറയാം. മക്കളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത്. എന്നാൽ ചീരു നിങ്ങളോട് പറഞ്ഞു മക്കളെ ഇവിടെ നിർത്തിയൊക്കെ കൊണ്ടുപോകണ്ട എന്നൊക്കെ ചീരു പറഞ്ഞു. പിന്നീട് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് മക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് നല്ലത്. അപ്പോഴേക്കും ലതികയും ലംബോദരും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇങ്ങനെയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം വിനയൻ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. വിനയൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല, വിനയൻ ഒരിക്കലും മാറത്തുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ പരീക്ഷിക്കാൻ ഞാൻ ഇവിടെ വിട്ടു തരുന്നില്ല. ഇത് ഞങ്ങൾ പിന്നീട് എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ മക്കളെ കൊണ്ടുപോവാണ്. ലതികയ്ക്കും ലംബോദരനും ഏത് സമയം മക്കളെ വന്ന് കാണേ അങ്ങനെ എന്താണെങ്കിലും ചെയ്തു. പക്ഷെ അതിന് ഞങ്ങളൊരു തെറ്റും പറയത്തില്ല. പക്ഷെ വേറൊരു കാര്യം, വിനയൻ എന്ന വ്യക്തിയുടെ മുന്നിൽ ഇവിടെ മക്കളെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വിനയൻ എന്ന വ്യക്തി ഞങ്ങളുടെ മക്കളെ പണത്തിന് വേണ്ടി അവൻ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയവൻ നാളെ പണത്തിന് വേണ്ടി ആ മക്കളെ ആർക്കെങ്കിലും വിൽക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് കേൾക്കുന്ന ലതിക, എന്താ മാഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കളെ വിൽക്കാൻ ഞാൻ സമ്മതിക്കുക. അത് കേട്ട ഉടൻ തന്നെ ലതിക, അത് നിൻ്റെ മനസ്സ്, ലതികയ്ക്ക് അങ്ങനെ പറയാം. അപ്പോഴേക്കും ലംബോദരൻ, മതി ലതിക സംസാരിക്കേണ്ട. അപ്പോഴേക്കും മാഷ് പറയുന്നു, ലതിക ഇപ്പോഴും പറയുന്നത് ലതിക തൻ്റെ മക്കളെ വിൽക്കാൻ കൊടുക്കില്ല എന്നാണ്. പക്ഷേ ലതികയുടെ മകൻ അത് ചെയ്യില്ല എന്ന് ലതികയ്ക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൽ നിന്ന് തന്നെ വ്യക്തമായി തൻ്റെ മകൻ ഒരിക്കലും മാറത്തില്ല എന്ന്. എന്നാൽ തൻ്റെ മകനോട് ഒരു കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്, ഇനി ഒരിക്കലും വിനയനെ ചീരുവിൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ സ്ഥാനവും ഞങ്ങൾ തരത്തില്ല, അത് ഉണ്ടാവത്തുമില്ല. അത് വിനയനോടൊന്ന് പറഞ്ഞേക്ക്, ചീരു എന്ന അധ്യായം വിനയിൽ നിന്നും അടഞ്ഞിരിക്കുന്നു എന്ന ആ സത്യവും കൂടി വെളിപ്പെടുത്തുമ്പോൾ വിനയൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറുന്നു കേട്ടോ. വിനയൻ ഇങ്ങനെ ദേഷ്യഭാവത്തിലിരിക്കുന്ന ആ ഒരു സീനാണ്. അങ്ങനെ ആ കഥകൾ പറയുമ്പോൾ കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് സുശീലയുടെ അടുത്തോട്ട് പീതാംബരൻ പാർട്ടി പ്രസിഡന്റ് വന്നിരിക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റും സുകുമാരിയാണ് ഉള്ളത്, കുറച്ച് സഖാക്കളും ഉണ്ട് കേട്ടോ. അങ്ങനെ സുശീലയോട് പറയണേ, എന്തായാലും സുശീലെ നിനക്കിപ്പോൾ വലിയൊരു അടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന നിന്നെ ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ പറ്റത്തില്ല, ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായി നിന്നെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഉടനെ സുശീല പറയണേ, ഇതൊക്കെ നിങ്ങൾ കേട്ട് വിശ്വസിക്കരുത്. ഏതോ ഒരു പെണ്ണ് എന്തൊക്കെയോ കിടന്ന് ചിലച്ചത്, അതിപ്പോൾ ഈ പാർട്ടിയിൽ നിൽക്കുന്ന വേറൊരാൾ തന്നെയാണ് ഇതിൽ കളിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ പറയണേ, സുകുമാരി വാസന്തിയെയല്ല ഉദ്ദേശിച്ചത്. അത് കേട്ട ഉടനെ സുശീല പറയണേ, ഞാൻ ആരും ഉദ്ദേശിച്ചില്ല, വാസന്തിയെ ആരോ എന്താ എല്ലാവർക്കും അറിയാം. അപ്പോൾ പീതാംബരൻ പറയും, എനിക്കും അറിയാം വാസന്തി തന്നെയാണ്, പക്ഷേ എന്തായാലും നിർത്താൻ പറ്റത്തില്ല. അത് കേട്ടിട്ട് എന്നെ സ്ഥാനാർത്ഥിയായി നിർത്താതിരിക്കുന്നത് ശരിയല്ലല്ലോ, നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെ, ആ ഒരു
തൃപ്പടിയുടെ വാക്ക് കേട്ടിട്ടൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇലക്ഷനിൽ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനാർത്ഥിക്ക് എന്തിനു വോട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു നിലപാട് ആളുകളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പരീക്ഷണം പോലെ നിൽക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനം സുശീലയെ ഇനി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റത്തില്ല എന്നാണ്. അത് കേൾക്കുന്ന സുശീലയുടെ കിളി പോയി കേട്ടോ. അങ്ങനെ സുശീല ആകെ മുഖം ഒരുമാതിരി ആയിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സുശീലയോട് പറയണം, സുശീലെ നീ സ്ഥാനാർത്ഥി അല്ലെങ്കിലും പാർട്ടിയിൽ ഒരു അംഗത്വമുള്ളവളാവണം. കാരണം അതിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനൊക്കെ പാർട്ടിക്കൊപ്പം നിൽക്കാൻ എനിക്ക് തയ്യാറാണ്. അത് കേൾക്കുന്ന സുശീല, ഓ എനിക്കെന്താ കുഴപ്പം, ഞാൻ അങ്ങനെയൊക്കെ നിൽക്കാം. അപ്പോൾ ഉടൻ തന്നെ സുശീലെ നിങ്ങൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ എനിക്ക് തരണം. ഞാൻ എവിടുന്ന് സ്ഥാനാർത്ഥിയെ എടുത്തു തരാനാണ്, എന്നെക്കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാൻ എവിടുന്ന് എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ശബ്ദമുയർത്തുമ്പോൾ ഉടൻ തന്നെ പറയണേ, സുശീല തന്നെ വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥി ഈ വീട്ടിൽ നിന്ന് തരാൻ പറ്റും. അതാര് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രനെ ഇരിപ്പുണ്ട് കേട്ടോ. അനുപമ എന്ന സ്ഥാനാർത്ഥിയാണല്ലോ പാർട്ടി ആദ്യം കണ്ടത്. ആ സ്ഥാനാർത്ഥി തന്നെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ, ഓ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ നിന്നോട്ടെ, അവൾ ആദ്യം വിളിച്ചിട്ട് വന്നില്ലല്ലോ, അങ്ങനെയുള്ള വ്യക്തി ഇനി വരുത്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വന്നോട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോകുന്ന ആ ഒരു ദേഷ്യത്തോടു കൂടിയാണ് സുശീല പോയിരിക്കുന്നത്. ഇതേ സമയം അനുപമയോട് ചോദിക്കുകയാണ് പീതാംബരൻ, എന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുപമ പറയണേ, ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യും, പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം പീതാംബരൻ തൻ്റെ ഓഫീസിലോട്ട് എത്താണ്. പിന്നീട് വാസന്തിക്ക് വിളിക്കുന്ന രംഗമാണ്. വാസന്തിയാണെങ്കിലോ പറയാണ്, എനിക്കിപ്പോൾ പാർട്ടിയിൽ വലിയ വിശ്വാസമൊന്നുമില്ല, പാർട്ടിക്ക് വേണ്ടി മരിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഇങ്ങനെയുള്ള ഒരു ഒലഞ്ഞ സ്ഥാനാർത്ഥിയല്ലേ നിർത്തുന്നത്, അങ്ങനെയുള്ള വൃത്തികെട്ടവരൊക്കെ ആര് നിർത്താനാണ്, ഇങ്ങനെയും വൃത്തികെട്ട ഒരു സ്ഥാനാർത്ഥിയാണല്ലോ പാർട്ടി കണ്ടെത്തിയത്, അങ്ങനെയുള്ള പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല, ഞാൻ ഇനി പാർട്ടിയിലോട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പീതാംബരൻ പറയണം, സുശീല എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. ഇനി പുതിയ സ്ഥാനാർത്ഥിയെ വാസന്തിക്ക് വേണ്ടി സംസാരിക്കാം എന്നാണ് ഞാൻ കമ്മിറ്റിയിൽ ഉദ്ദേശിച്ചത്. വാസന്തിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി വെറുതെ സംസാരിക്കേണ്ടല്ലേ. അത് കേട്ടോടെ തന്നെ വാസന്തി, അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് വേണ്ടി സംസാരിച്ചോളൂ, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് സുശീല എന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുകൊണ്ടാണ്. എന്താ വാസന്തി പിന്നെ 3-4 ദിവസമായിട്ട് പാർട്ടിയിലോട്ടൊന്നും വരുന്നില്ലല്ലോ. അത് പിന്നെ എൻ്റെ ധനേട്ടന് പനിയാണ്, ധനേട്ടനെ നോക്കാൻ ആരാ ഉള്ളത്, ഞാനല്ലേ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് നോക്കാൻ എന്നതാണ്. എന്തായാലും ഞാനിപ്പോൾ തന്നെ പാർട്ടിയിലോട്ട് വരാം. അതൊന്നും വേണ്ട, ഞങ്ങൾ മീറ്റിങ്ങിന് പോവാണ്, ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. ശരിയെന്ന് പറയണേ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തവിടെ തന്നെ ശബരിയുടെ അടുത്തോട്ട് രാമനാഥനും അനിതയും ദയൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ ദയക്കൊച്ചെ, നീ കാരണം എനിക്കൊരു ഉപകാരം കിട്ടി, ഇനി പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിർത്താൻ പോകുന്നത് എന്നെ തന്നെയാണ് എന്നങ്ങ് പറയണം കേട്ടോ. അത് കേട്ടോടെ തന്നെ ദയ പറയണേ, അപ്പോൾ സുശീല എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചോ? പിൻവലിച്ചോ? അപ്പോൾ എൻ്റെ പോസ്റ്റ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ? അങ്ങനെ ഒരു ഗുണം ഉണ്ടായി എന്ന് പറയട്ടോ. ഇതേ സമയം രാമനാഥൻ പറയണേ, അപ്പോൾ നീയാണ് ദയെ എരിപിരി കയറ്റി വിട്ടത് എന്നുള്ള സത്യം ഇപ്പോഴല്ലേ മനസ്സിലായത്, നീയാണല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഉത്തരം പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പരിങ്ങാണ്, എന്തായാലും നിൻ്റെ കളികളാണ് ഇവിടെ കളിച്ചതെന്ന് ഇപ്പം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ചൂടായി സംസാരിക്കേണ്ട കേട്ടോ. ഇതേ സമയമാണെങ്കിലോ വാസന്തിയോട് പറയുന്നുണ്ട് ശബരി, എന്തായാലും ആരെങ്കിലൊക്കെ ആയിട്ട് നിന്നോട്ടെ, സുശീല എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ എൻ്റെ പോസ്റ്റ് കൊണ്ട് പറ്റിയല്ലോ എന്ന് ദയയും കൂടെ പറയുമ്പോൾ ഉടൻ തന്നെ ശബരിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച്, ശബരി വരാൻ എന്നൊരു കാര്യം ചെയ്തേക്കെ, ഇവരെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആക്കാനുള്ള ആ ഒരു പരിപാടിയും കൂടി നീ നോക്കിക്കോ എന്ന് പറയണം കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ദയ വേണ്ടി വന്നാൽ ഞാനത് ചെയ്യുമെന്നുള്ള ലെവലിലാണ് കേട്ടോ ദയ നിൽക്കുന്നത്. അങ്ങനെ ഈ പിന്നീട് കാണിക്കുന്ന സുശീലയാണ്. സുശീല വീണ്ടും ഹർഷയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഹർഷയാണെങ്കിലോ ദേഷ്യത്തോടു കൂടി സുശീലയുടെ നേർക്ക്, നിങ്ങൾക്ക് താഴ്ച വരുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരും, എന്നാൽ വിജയം വരുമ്പോൾ നിങ്ങൾ എന്നെ മറക്കും, അത് ഞാൻ എന്നും പ്രതീക്ഷിച്ചതാണ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആവാൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾ എന്നെ മറന്നൂലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ പറയുന്നത്, അയ്യോ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയണം, നിങ്ങളെന്നെ മറന്നില്ലേ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ സുശീല പറയാണ്, ഞാൻ ഒരിക്കലും മറന്നില്ല, അവളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതായി അവൾക്ക് തോന്നി, അങ്ങനെ ഒരു ലെവലിൽ പോവാൻ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്, എന്നിട്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ പണി കൊടുക്കാമെന്ന് കരുതിയത്, പക്ഷേ എന്താ ചെയ്യുക, ഹർഷയെ തന്നെയാണ് ഇന്ന് എനിക്ക് വേണ്ടത്, ഇപ്പം എല്ലാം പോയി, അവരുടെ വീട്ടുകാർ എന്നോടിട്ട് കളിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, എന്തായാലും എൻ്റെ ആൻറ്റി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഫ്ലക്സ് വെക്കുന്നതും പല സ്ഥലങ്ങളിലും നിങ്ങൾ അതും ഇതും ഇതാവുന്നതൊക്കെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ.